ഹായ് ഫ്രണ്ട്സ്, കർക്കിടക മാസമല്ലേ. അപ്പോൾ എല്ലാവരും കർക്കിടക കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ടാവില്ലേ? കർക്കിടക മാസത്തിൽ ഒരു 10 ദിവസമെങ്കിലും കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കഴിക്കണം എന്നാണ് പറയാറുള്ളത് കേട്ടോ. ഈ കർക്കിടക മാസം മഴക്കാല സീസൺ അല്ലേ, അതുകൊണ്ട് നമുക്ക് പല അസുഖങ്ങളും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നത്. പല ഔഷധങ്ങളും ചേർത്താണ് നമ്മൾ ഈ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ പത്തിലത്തോരനും ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് കർക്കിടക കഞ്ഞിയും പത്തിലത്തോരനൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ 10 ഇലകൾ നമുക്ക് ശേഖരിക്കണം. അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇന്ന് അധികം ഔഷധങ്ങളൊന്നും ചേർത്തിട്ടല്ല കഞ്ഞി ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. അപ്പോൾ ആ ഉലുവ ചേർത്തിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. അധികം ഔഷധങ്ങളൊന്നും ചേർത്താൽ എല്ലാവരും കഞ്ഞി കുടിക്കില്ല. അതുകൊണ്ട് ഉലുവ ചേർത്തിട്ടാണ് ഇന്ന് കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഇതവിടെ ഇങ്ങനെ താള് നിൽക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ ഈ താളിൻ്റെ ഇലയെ തണ്ടും ഇലയും ഞങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇലകളൊക്കെ എടുക്കുമ്പോൾ ഇളയ ഇല നോക്കിയിട്ട് എടുക്കാൻ നോക്കണം. അപ്പോൾ ഇനി എന്തേലും ഇലകളൊക്കെ കിട്ടാനുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഞങ്ങൾ. നല്ല പച്ചപ്പ് കാണുന്നുണ്ട്, പക്ഷേ ഇലകളൊന്നും കാണുന്നില്ല. നമുക്ക് വേണ്ട ഇലകളൊന്നും കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഇതാ നോക്കിയിട്ട് നമ്മുടെ കുമ്പളത്തിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. അത് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ മണിത്തക്കാളി, കടുമുടുങ്ങ എന്നൊക്കെ പറയുന്നത് അതിവിടെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഇലയും ഞങ്ങൾ പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ കുറച്ച് ഊട്ടിമുരിങ്ങൻ്റെ ഇല കണ്ടിട്ടുണ്ട്. ഞങ്ങളിതിന് ഊട്ടിമുരിങ്ങ എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പല നാട്ടിലും പല പേരുകളായിരിക്കുമല്ലോ. പിന്നെ ഇതാ കുറച്ച് പൊന്നാങ്കണ്ണീൻ്റെ ഇലയും കൂടി കിട്ടിയിട്ടുണ്ട്. അതും ഞങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഔഷധ ഗുണമുള്ള സസ്യങ്ങളാണ്. പിന്നെ നമുക്കിതിലേക്ക് ഇടാൻ ചീനമുളക് വേണമല്ലോ, അപ്പോൾ അതും ഞങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇലകളൊക്കെ ശേഖരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലകളൊക്കെ ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം തന്നെ കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കർക്കിടക കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലെ ഒരു പാട്ട അരി എടുത്തിട്ടാണ് ഞാൻ കഞ്ഞി വെക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ നിങ്ങൾക്ക് വേണമെങ്കിൽ അരി എടുക്കുന്നതിൻ്റെ പകുതി വേണമെങ്കിൽ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ 3 ടേബിൾ സ്പൂണ് ചെറുപയർ കൂടെയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചെറുപയർ ഞാനൊന്ന് കുതിർക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് നമ്മുടെ അരിയൊക്കെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ തേങ്ങ ഇതുപോലെ ചിരവിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ പാലെടുത്തിട്ട് നമ്മൾ കഞ്ഞി വെന്തതിന് ശേഷം അതിലേക്ക് ഇതിൻ്റെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശരിക്കും കർക്കിടക കഞ്ഞിയിൽ ഉപ്പും മധുരമൊന്നും ചേർക്കില്ല, പക്ഷെ നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ മധുരവും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ കർക്കിടക കഞ്ഞിയിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ കുറേ ഇൻഗ്രീഡിയൻസ് ചേർക്കും. അപ്പോൾ അതൊക്കെ ചേർത്താൽ നമുക്ക് കഞ്ഞി കുടിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ആരും കഴിക്കില്ല. അതുകൊണ്ട് ഇത്രേ ചേർക്കുന്നുള്ളൂ. ഇനി അത് അവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് തോരനുള്ള ഇലകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാ ഇതുപോലെ ചേനയുടെ ഇളയ ഇല എടുത്തിട്ടുണ്ട്, താളിൻ്റെ ഇല എടുത്തിട്ടുണ്ട്, അതുപോലെ കുമ്പളത്തിൻ്റെ ഇളയ ഇല എടുത്തിട്ടുണ്ട്. നമ്മുടെ താളിൻ്റെ ഇല നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തശുദ്ധിക്കൊക്കെ നല്ലതാണ്. നമ്മൾ ചേനയുടെ ഇല കഴിക്കുന്നത് നമ്മുടെ ദഹനത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ കുമ്പളത്തിൻ്റെ ഇല കഴിക്കുന്നത് BP ഉള്ളവർക്ക് BP കുറയ്ക്കാനും കൊളസ്ട്രോൾ ഉള്ളവർക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ ഭയങ്കര തടിയുള്ളവർക്ക് തടി കുറയ്ക്കാനൊക്കെ ഈ കുമ്പളത്തിൻ്റെ ഇല സഹായിക്കും കേട്ടോ. അതുപോലെ പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് മത്തൻ്റെ ഇലയാണ്. ഇത് നമ്മുടെ BP കുറയ്ക്കാനും അതുപോലെ ദഹനത്തിനും നല്ല സഹായിക്കുന്ന ഒരു ഇലയാണ്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ചീരയുടെ ഇലയാണ്. ഇത് അയണിൻ്റെ ഉറവിടമാണ് എന്നാണ് പറയുക ചീരക്ക്. ഇത് നമ്മുടെ ദഹനത്തിനൊക്കെ നല്ലപോലെ സഹായിക്കുന്ന ഒരു ഇല തന്നെയാണ്. പിന്നെ നമുക്ക് ഇതാ തകരയുടെ ഇല കിട്ടിയിട്ടുണ്ട്. ഇത് വിറ്റമിൻസ് വളരെ കൂടുതലുള്ള ഒരു ഇലയാണ്. ഇത് നമ്മുടെ ചർമ്മത്തിനൊക്കെ ചർമ്മരോഗങ്ങൾക്കൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ നമുക്ക് പയറിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്.
ഇത് നമ്മുടെ ശരീരത്തിൽ വിഷാംശമൊക്കെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നതാണ്. പിന്നെ നമുക്ക് മണിത്തക്കാളിയുടെ ഇല കിട്ടിയിട്ടുണ്ട്, മുത്തിൻ്റെ ഇലയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ മണിത്തക്കാളിയുടെ ഇല നമ്മൾ കഴിച്ചാൽ നമുക്കുണ്ടാകുന്ന പിത്തം, അൾസറിനൊക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതിൽ 10 ഇലകൾ വെച്ചിട്ടാണ് ഇന്ന് തോരൻ വെക്കുന്നത് കേട്ടോ. ഏത് ഇല എടുത്താലും അതിനൊരു ഔഷധ ഗുണം ഉണ്ടാവും കേട്ടോ. അപ്പം അതൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ചേനയുടെയും താളിൻ്റെയും ഇല ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അതിന് ഭയങ്കര വേവുള്ളതാണ്, അത് നല്ലോണം വെന്തിട്ടില്ലെങ്കിൽ ചൊറിയും. അപ്പം ബാക്കിയുള്ള ഇലയൊക്കൊന്നും അത്രയ്ക്ക് വേവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആ 2 ഇല ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ അതിന് ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചീനമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മുടെ കഞ്ഞി ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ കഞ്ഞി ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ ചോറ് വെക്കുന്ന അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ തോരൻ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ അരിമണി ഒന്ന് കടിക്കുമ്പോൾ ഒരു രസമായിരിക്കും കേട്ടോ, ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഇല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇല നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കഴുകിയെടുക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകിയെടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇലയൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ മുകളിലേക്ക് നമ്മുടെ ഈ തോരന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടൊന്ന് അടച്ചു കൊടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നില്ല. ആദ്യം തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ ചിലപ്പം ഇലയൊക്കെ ഒന്ന് ചുങ്ങി വരുന്ന ടൈമിൽ ചിലപ്പോൾ ഉപ്പ് കൂടുതലായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവസാനം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്, വെരി വെരി ഹെൽത്തിയാണ് കേട്ടോ നമ്മുടെ ഈ തോരൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ 10 ഇലകളും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയ ഇല വെച്ചിട്ട് നിങ്ങളിതുപോലെ തോരനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കുക. കർക്കിടക മാസം മുഴുവൻ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു 10 ദിവസമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഇത് നമുക്ക് ആരോഗ്യത്തിന് വളരെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ ഓക്കെ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഐറ്റംസൊക്കെ കിട്ടാൻ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.